കാർഷിക വാർത്തകൾ. സംസ്ഥാനത്തെ പൈനാപ്പിൾ മേഖലയെ തൊഴിലാളി ക്ഷാമം കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയ അതിഥി തൊഴിലാളികൾ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വാഴക്കുളം ഉൾപ്പെടെയുള്ള പ്രധാന ഉൽപ്പാദന മേഖലകളിൽ കൃഷിയും പരിപാലനവും മുടങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചെത്താത്തത് സംസ്ഥാനത്തെ പൈനാപ്പിൾ കൃഷിയെ ഗുരുതര പ്രതിസന്ധിയിലാഴ്ത്തുന്നു. വാഴക്കുളം ഉൾപ്പെടെയുള്ള പ്രധാന കൃഷി മേഖലകളിൽ നിലവിൽ 75% ജോലികളും മുടങ്ങിക്കിടക്കുകയാണെന്ന് കർഷകർ പറയുന്നു. വെറും 25% തൊഴിലാളികളെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. തൊഴിലാളി ക്ഷാമത്തെ തുടർന്ന് പുതിയ കൃഷി ആരംഭിക്കുന്നത് പരിമിതപ്പെടുത്തി നിലവിലെ തോട്ടങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പൈനാപ്പിൾ കർഷക കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. വാഴക്കുളം മാർക്കറ്റിൽ 1-ാം ഗ്രേഡ് പച്ച പൈനാപ്പിളിന് കിലോയ്ക്ക് 43 രൂപയാണ് നിലവിലെ വില. എന്നാൽ പഴുത്ത പൈനാപ്പിളിന്റെ വില 22 മുതൽ 24 രൂപ വരെയായി താഴ്ന്നിരിക്കുകയാണ്. കർഷകർക്ക് ലാഭകരമായി കൃഷി തുടരാൻ കിലോയ്ക്ക് കുറഞ്ഞത് 35 മുതൽ 40 രൂപ വരെ ലഭിക്കണമെന്നാണ് ആവശ്യം. ഇതിനൊപ്പം വളം വിലയിലുണ്ടായ വർധനയും കർഷകരുടെ സാമ്പത്തിക ഭാരം കൂട്ടുന്നു. ചെറുകിട ഇടത്തരം കർഷകരാണ് കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. രാസവള ഉപയോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശവും ഉൽപാദനത്തെ ബാധിക്കുമെന്ന ആശങ്ക കർഷകർ ഉയർത്തുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യയുടെ വളം സബ്സിഡി ചെലവ് വൻതോതിൽ ഉയരാൻ സാധ്യത. ആഗോള വിപണിയിൽ യൂറിയ, LNG ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില കുതിച്ചുയർന്നതാണ് കാരണം. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളം സബ്സിഡി ചെലവ് 3 ലക്ഷം കോടി രൂപ കടക്കാനിടയുണ്ടെന്നാണ് റിപ്പോർട്ട്. ബജറ്റിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 1.71 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം ആഗോള വളം വിലയും ഇന്ധനവിലയും കുതിച്ചുയർന്നതോടെ ചെലവ് ഇരട്ടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും ഇറക്കുമതിയിലുള്ള ആശ്രയവും സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിലെ പ്രതിസന്ധി ഖാരിഫ് സീസൺ മുഴുവൻ തുടർന്നാൽ സബ്സിഡി 3 ലക്ഷം കോടി കടക്കുമെന്നും റാബി സീസണിലേക്കും പ്രതിസന്ധി നീണ്ടാൽ അത് 3.5 ലക്ഷം കോടി രൂപ വരെ എത്താനിടയുണ്ടെന്നും കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓണ സീസണിന് മുന്നോടിയായി ഇടുക്കിയിലെ കാന്തല്ലൂർ, മറയൂർ മേഖലകൾ വീണ്ടും ആപ്പിൾ വിളവിൻ്റെ നിറപ്പകിട്ടിലേക്ക്. പാകമാകുന്ന ആപ്പിളുകൾ തോട്ടങ്ങളെ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായി മാറ്റുമ്പോൾ മികച്ച വിളവിനായുള്ള പ്രതീക്ഷയിലാണ് കർഷകർ. ഇടുക്കിയിലെ കാന്തല്ലൂർ, മറയൂർ മേഖലയിൽ ആപ്പിൾ വിളവ് പാകമാകുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൂത്ത തോട്ടങ്ങളിലെ പഴങ്ങൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളോടെ വിളവെടുപ്പിലേക്ക് കടക്കും. തണുത്ത കാലാവസ്ഥയും അനുയോജ്യമായ മണ്ണും കാരണം കേരളത്തിലെ പ്രധാന ആപ്പിൾ കൃഷി മേഖലയായി കാന്തല്ലൂർ മാറിയിരിക്കുകയാണ്. ഓണാവധിക്കാലത്തെത്തുന്ന സഞ്ചാരികൾക്ക് പാകമായ ആപ്പിൾ തോട്ടങ്ങൾ ദൃശ്യവിരുന്നൊരുക്കും. കാന്തല്ലൂരിലെ പെരുമല, ഗൃഹനാഥപുരം, കുളച്ചിവയൽ തുടങ്ങിയ ഗ്രാമങ്ങളിലാണ് പ്രധാനമായും ആപ്പിൾ കൃഷി നടക്കുന്നത്. ഗാല ഗോൾഡ്, റെഡ് ബിലീഷ്, റെഡ് ചീഫ് മഹാരാജ, യെല്ലോ ആപ്പിൾ തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൂടുതലായി കൃഷി ചെയ്യുന്നത്. വിപണനാടിസ്ഥാനത്തിൽ വ്യാപക കൃഷിയില്ലെങ്കിലും സ്വന്തം ആവശ്യത്തിനും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുമായി കർഷകർ ഭാഗികമായി കൃഷി തുടരുകയാണ്. നല്ല പരിപാലനം നൽകിയാൽ ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് 100-ലധികം പഴങ്ങൾ വരെ ലഭിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി മികച്ച വിജയം കണ്ടതോടെയാണ് കൂടുതൽ കർഷകർ ഇപ്പോൾ മറയൂർ, കാന്തല്ലൂർ മലനിരകളിൽ ആപ്പിൾ കൃഷിയിലേക്ക് തിരിഞ്ഞത്. നിറഞ്ഞു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ ഇനി ഈ മലനാടൻ വിനോദസഞ്ചാര മേഖലയിലെ പുതിയ ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച വിളവും ടൂറിസം വരുമാനവും പ്രതീക്ഷിച്ച് കർഷകരും വ്യാപാരികളും ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ ഈ സീസണിൽ മികച്ച ഉൽപാദനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.